ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ കേൾക്കുമ്പോൾ ഇത് അടുക്കളയിലുള്ള പച്ചക്കറിയുടെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇത്തിരി ചിക്കൻ്റെ പ്രശ്നമാണ് എന്നുള്ളതല്ലല്ലോ. ഇതൊരു ജനതയ്ക്ക് തന്നെ അവരുടെ ആരോഗ്യരംഗത്തെ കാർന്നു തിന്നുന്ന പ്രശ്നമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. അതെ, നമ്മുടെ ജീവിതചര്യ തന്നെ മാറി, ജീവിത രീതി തന്നെ മാറിയിരിക്കുന്നു. അപ്പം ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്നവരിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പേർക്കുണ്ട്. അത് നമ്മൾ അറിയാതെ പോകുന്നു പല ആൾക്കാരിലും. സോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനത്തെ അഡൾട്രേറ്റഡ് ഫുഡും അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്ക് ലാക്ക് ഓഫ് എക്സസൈസ്, നമ്മുടെ ഫുഡിൻ്റെ ഇൻടേക്ക്, ഒബേസിറ്റി ഈസ് ദ മോസ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഒബേസിറ്റിയാണ്. അപ്പോൾ ആ ഒബേസിറ്റി വരുമ്പം വളരെ അധികം അസുഖങ്ങൾ അതിനോട് കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഭക്ഷണത്തിലും ഒക്കെയുള്ള മായം ചേരൽ. വളരെ ഒരു പ്രശ്നം പിടിച്ച കാര്യമാണ്. കാരണം ഈ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഇൻഫെക്ഷൻ മാത്രമല്ല, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ചേർക്കുന്ന കളറും അതിനകത്ത് പ്രിസർവേറ്റീവ്സും ഇതൊക്കെ പ്രശ്നങ്ങളാണ്. എല്ലാം ഭാവിയിൽ നമ്മളുടെ ലിവറിനും കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാക്കാം, ക്യാൻസർ ഉണ്ടാക്കാം, ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്ക് വരാം. താങ്കൾ എന്നെ അന്വേഷിച്ചെന്നൊക്കെ കേട്ടു അല്ലേ? പരിചയപ്പെട്ടതിൽ സന്തോഷം. സർ. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ റെയ്ഡും ഒക്കെ വരുന്നുള്ളൂ. മാത്രമല്ല ഒരു ബോധവൽക്കരണവും നമ്മുടെ ആൾക്കാരിലില്ല. ശരിക്കും ഒരു 10 കൊല്ലം പട്ടിണി കിടന്ന പോലെ പാതിരാത്രികളൊക്കെ ഇപ്പോൾ നഗരത്തിലൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സാറ് പറഞ്ഞു നിർത്തിയാൽ ഇപ്പോൾ ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഏകദേശം ഒരു ദിവസം 25 ലക്ഷം കിലോ കോഴി കേരളത്തിൽ, 25 ലക്ഷം കിലോ കേരളത്തിൽ ഉപയോഗിക്കും. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്കവിടെ വരുന്നത്. ഇത് മുഴുവൻ നമുക്ക് സർവലൻസോ മറ്റു കാര്യങ്ങളോ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. ഇപ്പോൾ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഇപ്പം ഏകാരോഗ്യം എന്നുള്ളൊരു സംവിധാനം കേരളത്തിലെ 4 ജില്ലയിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് വൺ ഹെൽത്ത് എന്നുള്ള, അതായത് മൃഗങ്ങളുടെ ആരോഗ്യവും മനുഷ്യൻ്റെ ആരോഗ്യവും എൻവയോൺമെൻറ്റൽ അതിൻ്റെ ആരോഗ്യവും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രീതിയിൽ ബോധവൽക്കരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് ആ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലൊരു പ്രതീക്ഷ ഉണ്ട്.